അടച്ചുപൂട്ടലിന് വക്കിലായി തിരുവനന്തപുരം കൊറ്റാമത്തെ പൊതുമേഖലാ സ്ഥാപനമായ കെൽപ്പം. തൊഴിലാളികൾക്ക് 6 മാസമായി ശമ്പളമില്ല. സ്ഥാപനം നന്നാക്കാൻ കൊണ്ടുവന്ന MD-യുടെ പൊടി പോലും കാണാനില്ല എന്നാണ് പരാതി. ഉൽപ്പന്നങ്ങൾ വിതരണക്കാർ ഏറ്റെടുക്കാതെ കെട്ടിക്കിടക്കുന്നതിനാൽ ലക്ഷങ്ങൾ ആ വഴിക്കും പാഴായി. 6 മാസമായി മുടങ്ങിയ ശമ്പളം ചോദിച്ച തൊഴിലാളികളോട് ഈ പ്ലാവിലെ ചക്ക വിറ്റ് ശമ്പളം എടുക്കാനായിരുന്നു MD-യുടെ മറുപടി. ഒരു കാലത്ത് നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന കെൽപ്പാമിലാണ് തൊഴിലാളി ദ്രോഹം. 10-15 വർഷം കൊണ്ട് ഇവിടെ വന്നിട്ട് ഇനി ഏത് ജോലിക്ക് പോകാൻ ഞങ്ങൾക്ക്? നമ്മളോട് ചക്ക വിറ്റൊക്കെ ജീവിച്ചോളാൻ പറഞ്ഞ് ഇവിടെ ഒരു പ്ലാവുണ്ട്, പ്ലാവിലെ ചക്ക വിറ്റെടുത്തോളാനാണ് പറഞ്ഞിട്ടുള്ളത്. നല്ല ചക്ക കായ്ക്കുന്ന പ്ലാവൊക്കെയാണ്. പക്ഷേ ഇതെല്ലാം വെട്ടി വിറ്റാലും ഒരു തൊഴിലാളിക്ക് 6 മാസമായി കൊടുക്കാനുള്ള ശമ്പളത്തിന്റെ കുടിശ്ശിക പോലും കൊടുത്തു തീർക്കാൻ കഴിയില്ല. പനയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ കൊണ്ട് ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചിരുന്ന സ്ഥാപനത്തിൽ കുറെ മാസങ്ങളായി ഉൽപാദനമില്ല. ലക്ഷങ്ങളുടെ ഉപകരണങ്ങൾ തുരുമ്പെടുത്തു. വിതരണത്തിന് ഉപയോഗിച്ചിരുന്ന വാഹനം നശിക്കുന്നു. കുറച്ചു മാസം മുമ്പ് വരെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരുന്ന കെൽപ്പാമിലെ പ്ലാന്റ് ആണ് ഈ കാണുന്നത്. ഇപ്പോൾ ഇതാണ് അവസ്ഥ. ചുറ്റുപാടെല്ലാം കാട് മൂടി പ്ലാന്റ് പ്രവർത്തനം നിലച്ചു. കെൽപ്പാമിൽ ഉൽപ്പാദിപ്പിച്ച ശീതളപാനീയങ്ങളാണ് ഈ കിടക്കുന്നത്. കെട്ടിക്കിടക്കുകയാണ്. ഇതൊരു ഏജൻസിക്ക് നൽകി, അവരെടുത്തില്ല. അതിനുശേഷം അവർ തിരികെ ഇവിടെ കൊണ്ടുവന്നിട്ട് 450 കേസുകളുണ്ട്. ഇനി ഏതാണ്ട് 12,000 കേസുകൾ വീണ്ടും ഇങ്ങോട്ടേക്ക് എത്തിക്കാനുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതായത് ഏതാണ്ട് 5 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഗുരുതരമായ അഴിമതി കെൽപ്പാമിൽ കണ്ടെത്തിയിരുന്നു. 2 കോടിക്ക് വാങ്ങിയ സാധനങ്ങൾ 1.5 ലക്ഷത്തിന് വിറ്റെന്നായിരുന്നു വ്യവസായ വകുപ്പിന്റെ കണ്ടെത്തൽ. ഇതെല്ലാം മാതൃഭൂമി ന്യൂസാണ് പുറത്തെത്തിച്ചത്. തുടർന്ന് ചെയർമാനും CPM നേതാവുമായ S. സുരേഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്തു. അഴിമതി കണ്ടെത്തിയ അന്നത്തെ MD SR വിനയകുമാറിനെ മാറ്റിയായിരുന്നു നടപടി. എന്നാൽ പിന്നീട് സുരേഷ് കുമാറിനെ വീണ്ടും തിരിച്ചെടുത്തു. വിദ്യാസ്ഥാപനം ചെറിയൊരു സ്ഥാപനം. കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് ആരംഭിച്ച പദ്ധതിയെ കുറിച്ചാണ് ഈ ഗവൺമെന്റിന്റെ കാലത്ത് വന്ന ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും ആരാണ് കുഴപ്പക്കാരെന്ന് നോക്കുന്നത്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും മാറ്റി. കർശന നടപടിയെടുക്കുമെന്ന് ഉറപ്പ് പറഞ്ഞ അന്നത്തെ വ്യവസായ മന്ത്രി P. രാജീവും സ്ഥാപനത്തെ കൈവിട്ടു. പിന്നീട് ഇങ്ങോട്ട് കെൽപ്പാം തകർച്ചയിലേക്ക് കൂപ്പുകുത്തി. ഇതിൻ്റെ MD ശമ്പളം എടുക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് രൂപ. നേരത്തെ ചെയർമാനും എടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ ഈ ഉൽപ്പാദനം ഇല്ലാതെ എങ്ങനെയാണ് അവർ ഇതിന് സാലറി എടുക്കുന്നത്? കാരണം ഈ തൊഴിലാളികളെ കഷ്ടത്തിലാക്കുകയാണ്. അവർക്ക് ഒരിടവും പോകാനും കഴിയുന്നില്ല, അവർക്ക് തൊഴിൽ കൊടുക്കുന്നില്ല, ശമ്പളം കൊടുക്കുന്നില്ല. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വ്യവസായ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ അനാസ്ഥയാണ് ഈ സ്ഥാപനത്തെ മുച്ചൂടും മുടിച്ചത്. പുതിയ സർക്കാരിൽ തൊഴിലാളികൾക്ക് വിശ്വാസമുണ്ട്. അത് കാക്കണം. MR അനൂപിനൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.